ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ബേസിക് ഇൻഫർമേഷൻ പറയാൻ വേണ്ടി വന്നതാണ്. ഡ്യൂ ടു ലാപ്ടോപ്പ് ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ അഥവാ ലാപ്ടോപ്പ് ഏതാണ്, അതിൻ്റെ പ്രൊസസ്സർ ഏതാണ്, റാം എത്രയാണ്, അതിൻ്റെ ബേസിക് ഇൻഫർമേഷനൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ മൈ കമ്പ്യൂട്ടർ, അതായത് ദിസ് പി സി എടുക്കുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക, അതിനകത്ത് പ്രോപ്പർട്ടീസ് കണ്ടോ, പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. അപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വരും. അതായത് പ്രൊസസ്സർ AMD A6 റേഡിയോൺ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന റാം 4GB, അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 64 ബിറ്റിൻ്റെ ആണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് ബേസിക് ഇൻഫർമേഷൻ അതിനകത്ത് വരും. വിൻഡോസ് ആക്ടിവേറ്റഡ് ആണ്, ആ ഡീറ്റെയിലൊക്കെ വരും. അതാണ് ഒരു മെത്തേഡ്. അതായത് ജസ്റ്റ് ബേസിക് ഇൻഫർമേഷൻ, പ്രൊസസ്സർ, റാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് അറിയാൻ, അത്രയാണ് ഇതിൽ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആസ്ക് മീ എനി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ, അവിടെ നമ്മൾ സിസ്റ്റം ഇൻഫോർമേഷൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ SY സിസ്റ്റം ഇൻഫോർമേഷൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സിസ്റ്റം ഇൻഫോർമേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഡബിൾ ക്ലിക്ക് അടിക്കുമ്പോൾ ഡീറ്റെയിൽ വരും. ഇതാണ് സിസ്റ്റം ഇൻഫർമേഷൻ്റെ സമ്മറി, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരും. സിസ്റ്റം ഇൻഫർമേഷൻ സെർച്ചിൽ അടിച്ച് കഴിയുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരും. അപ്പോൾ അത് എന്താണ്, OS ഏതാണ്, അതിൻ്റെ വേർഷൻ ഏതാണ്, പിന്നെ ബ്രാൻഡ് ഏതാണ്, എല്ലാ ഡീറ്റെയിലും, ബയോസിൻ്റെ ഡീറ്റെയിൽ, പിന്നെ അത് ഇതിനകത്ത് കൊടുത്തേക്കണം പ്രൊസസ്സറിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്, എല്ലാം കൃത്യമായിട്ടുണ്ടാവും. കണ്ടോ, അത്യാവശ്യം വേണ്ട എല്ലാ, ഇപ്പോൾ റാം വരെ എത്രയാണെന്നുള്ളത് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാ ഡീറ്റെയിലും, അത്യാവശ്യം സിസ്റ്റത്തിനെ കുറിച്ചുള്ള ബേസിക് എല്ലാ ഡീറ്റെയിലും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സിസ്റ്റം. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം എന്താണ് ആക്ച്വലി, അത് ഏത് ബ്രാൻഡാണ്, അതിനകത്ത് പ്രൊസസ്സർ ഏതാ, റാം ഏതാ, അതിൻ്റെയൊക്കെ റാമിൻ്റെ GB എത്രയെന്നൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ടുള്ളൊരു 2 മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ ഇത് സിമ്പിൾ മെത്തേഡാണ്, ഇത് എല്ലാവരും ഉദ്ദേശിച്ചതല്ല, ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ബേസിക് നോളജ് അത്യാവശ്യം അറിയാൻ പാടില്ലാത്ത, ഇപ്പം നമ്മളൊരു സിസ്റ്റം എടുക്കുമ്പോൾ, നമുക്കൊരു സിസ്റ്റം ലഭിക്കുമ്പോൾ അത് എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള ഡീറ്റെയിൽ അറിയാനുള്ള ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് എ ലോട്ട്.